ഹായ് മക്കളെ, എട്ടാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന പാഠാവലി മലയാള സെക്കൻഡ് വരാൻ പോകുന്ന ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ആ ചോദ്യം, ഒരു 6 ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം, സെറ്റാക്കാം. ഉത്തരം മക്കൾ എന്ത് ചെയ്തോളണം, സെറ്റാക്കിക്കൊള്ളണം. നോക്കുക, 1, മരുന്ന് എന്ന കഥയിലൂടെ എഴുത്തുകാരൻ എന്താണ് പറയാൻ ശ്രമിക്കുന്നത്? ആ മരുന്ന് എന്ന കണ്ടന്റ് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ടല്ലോ. 2 രോഗികളെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ടല്ലോ. എന്താണ് അതിനകത്ത് പുന്നത്തിൽ കുഞ്ഞബ്ദുള്ള നമ്മളുമായിട്ട് പറയുന്നത്? ഓക്കെ, ധനവും ദാരിദ്ര്യവും തമ്മിലുള്ള അന്തരം അല്ലേ, പണക്കാരനും പാവപ്പെട്ടവനും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ് ആ പാഠഭാഗത്ത് അവതരിപ്പിക്കുന്നത്? കൃത്യമായിട്ട് ഉത്തരം ചെയ്തുകൊള്ളുക, നോക്കിക്കൊള്ളുക, സെറ്റാക്കിക്കൊള്ളുക. ദെൻ നെക്സ്റ്റ്, ഒപ്പം മിടിക്കുന്നത് ഒരു കവിതയുടെ പേരായിരുന്നല്ലോ. കവിതയുടെ ആശയവുമായി ബന്ധപ്പെടുത്തി ശീർഷകത്തിൻ്റെ ഔചിത്യം ചർച്ച ചെയ്യുക. നമ്മുടെ പാഠഭാഗത്തിൻ്റെ കണ്ടന്റ് എന്താണ് അതാദ്യം നമുക്കറിയണം. ആ കണ്ടന്റും ആ തലക്കെട്ടും തമ്മിൽ ബന്ധമുണ്ടോ? ഹൃദയത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞത്. ഹൃദയം എപ്പോഴും മിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. എങ്ങനെ? നമ്മുടെ ജീവനോടൊപ്പം മിടിക്കുന്നത് കൊണ്ട് ഈ ഒപ്പം മിടിക്കുന്ന തലക്കെട്ട് യോജിക്കുന്നുണ്ടോ? നിങ്ങൾ എന്ത് ചെയ്തോളാ, കൃത്യമായിട്ട് മാർക്ക് ചെയ്തേക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾ കുട്ടികൾ പിച്ച നടക്കുന്ന വഴികളിൽ മുഴുവൻ ചതിക്കുഴികളാണ്. നിങ്ങൾ കുട്ടികൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളെ ചതിയിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് വലിയൊരു വിപണി തന്നെ ഒരുങ്ങി നിൽക്കുന്നുണ്ട്. പാഠഭാഗത്തുള്ള ഈ വാക്യത്തെ ഇന്നത്തെ സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തി വിശകലനം ചെയ്യുക. ദിനേന പത്രങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദിനേന നമ്മൾ അറിയാത്ത ഒരുപാട് വാർത്തകൾ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, കടന്നു പോകുന്നുണ്ട്. കുട്ടികളെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ലഹരി മാഫിയ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത് അല്ലേ, ലഹരിക്ക് അടിമപ്പെട്ട കുട്ടികൾ അച്ഛനെ ആക്രമിക്കുന്നത്, അധ്യാപകരെ തല്ലുന്നത്, അമ്മയെ ആക്രമിക്കുന്നതൊക്കെ ദിനേന പത്രവാർത്തകളിൽ വരുന്നുണ്ട്. ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പറയപ്പെട്ട ചതിക്കുഴികളെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഉത്തരത്തിനകത്തേക്ക് സൂചിപ്പിച്ചേക്കുക. ദെൻ നെക്സ്റ്റ്, ഒരു നേരം പോക്കിൽ നിന്നാണ് നാശത്തിൻ്റെ ആരംഭം. സ്നേഹപൂർവ്വം അമ്മ. നമ്മൾ ഇത്തരത്തിലുള്ള മയക്കുമരുന്നുകളോ ലഹരി വസ്തുക്കളോ ഉപയോഗിക്കാൻ തുടങ്ങുന്നത് ആദ്യത്തെ നേരം പോക്കിൽ നിന്നാണ്. ഒന്ന് വെറുതെ ട്രൈ ചെയ്യുന്നതിന് എന്താ കുഴപ്പം? ഞാൻ അടിമത്വം അല്ലെങ്കിൽ അതിൻ്റെ അടിമയായി ഒന്നും മാറുന്നില്ലല്ലോ എന്ന ധാരണയിൽ എന്ത് ചെയ്യും, ഒരു നേരം പോക്കിന് വേണ്ടി ആരംഭിക്കും. എന്നാൽ ഒന്നിൽ നിന്ന് അടുത്ത വലുതിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ ഈ വാക്കുകൾക്കുള്ള അർത്ഥം എന്ത് ചെയ്യുന്നു, ഇവിടെ സൂചിപ്പിക്കുന്ന അങ്ങനെ തന്നെയാണ് ഓരോരുത്തർ വലിയ ലഹരി മരുന്നുകൾക്ക് അടിമകളായി തീരുന്നത്. സെറ്റാണല്ലോ. ദെൻ നെക്സ്റ്റ്, കവി തൻ്റെ സ്വന്തം ഹൃദയത്തെ കവി എന്തിനാണ് സുഹൃത്ത് എന്ന് വിളിക്കുന്നത്? എന്തിനാണ് കവി തൻ്റെ ഹൃദയത്തെ സുഹൃത്ത് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കാം? ഒരു സുഹൃത്ത് എന്ന് പറയുന്നത് തൻ്റെ സുഖത്തിലും തൻ്റെ ദുഃഖത്തിലും ഒപ്പം നിൽക്കുന്ന ഒരാളെയാണല്ലോ. അങ്ങനെ എന്തെങ്കിലും ഹൃദയമായിട്ടുണ്ടോ എന്ന് പാഠഭാഗം പരാമർശിക്കുന്നുണ്ടോ? നിങ്ങൾ എന്ത് ചെയ്തോളാം, ഉത്തരം മാർക്ക് ചെയ്തോളുക. ദെൻ നെക്സ്റ്റ്, തടിച്ച ദുഃഖങ്ങൾ തകർത്തു പെയ്ത നാൾ, തരുണ സൗഖ്യങ്ങൾ തടവി നിന്ന നാൾ. ഈ വരികളെ ആകർഷകമാക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാം? ഈ ഹൃദയം നമ്മോടൊപ്പം നിന്ന സന്ദർഭങ്ങളെക്കുറിച്ച് പാഠഭാഗത്ത് പരാമർശിക്കുന്നുണ്ട്. ആ പരാമർശങ്ങളാണ് ഈ ഉത്തരത്തിനകത്തേക്ക് വരേണ്ടത്. ഇത്രയും ഉത്തരങ്ങൾ, പാഠഭാഗത്ത് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, പാഠഭാഗത്ത് നോക്കി സെറ്റാക്കി വെച്ചേക്കുക. സെറ്റ്. ഓക്കെ, ഇനി പുല്ല് തിന്നാറുണ്ടോ എന്ന ഡോക്ടറുടെ ചോദ്യം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? പുല്ല് തിന്നാറുണ്ടോ അല്ലേ, പോഷകാഹാരക്കുറവുമായിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് ഭക്ഷണം കിട്ടാത്തതിൻ്റെ ക്ഷീണം കാണിക്കാൻ വന്ന ഒരാളോട് വല്ലതും കഴിക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. പരിഹാസം കലർന്നൊരു ചോദ്യമാണ്. ഉത്തരം സെറ്റാക്കി വെച്ചേക്കുക. ഓക്കെ, ഈ പറയപ്പെട്ട ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത 6ഓളം ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഇന്ന് രാത്രി ലൈവ് ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം മക്കൾ ഫ്രണ്ട്സിനൊക്കെ കൂട്ടി എന്ത് ചെയ്യുക, ക്രിസ്മസ് പരീക്ഷ സെറ്റാക്കാൻ വേണ്ടി അതിലേക്ക് എത്തിക്കൊള്ളുക. ഓക്കെ, സെറ്റല്ലേ? താങ്ക് യു.